പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയരുന്ന ലൈംഗികാരോപണ കേസാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇപ്പോഴിതാ കേസിലെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി കൊടുത്തതിനെ തുടർന്ന് രാഹുലിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇത്രയും നാൾ പരാതി നൽകാതിരുന്ന അതിജീവിത എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു? അപ്പോൾ ഈ പരാതിയിൽ സർക്കാരിന് എന്തോ പങ്കില്ലേ? രാഹുലിനെതിരെയുള്ള ഈ പരാതി സർക്കാരിന്റെ വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസൻ പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഈ ആരോപണം വന്നിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ CPM നേതാക്കളായ N വാസുവിനെയും A പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ അതിജീവിതയ്ക്ക് മേൽ CPM നേതാക്കൾ സമ്മർദ്ദം ഉയർത്തി കാണുമെന്ന് ഉറപ്പാണ്. ശബരിമല വിഷയത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് CPM ഈ കളികൾ കളിച്ചതെന്നും M ഹസൻ പറയുന്നു. ഒട്ടുമിക്ക മലയാളികൾക്കും അത് മനസ്സിലായി കാണും. കാണാം M ഹസന്റെ പ്രതികരണം. അതിജീവത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി പരാതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തീർച്ചയായിട്ടും കേസെടുക്കണം. കേസെടുത്ത് അതിനെക്കുറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിധി വരുന്നതിന് മുമ്പ് തന്നെ 2-3 മാസം മുമ്പാണ് ഈ പരാതി ഉയർന്നു വന്നപ്പോൾ അതിജീവിത പരാതി നൽകും എന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് തന്നെ ഞങ്ങൾ പരാതി ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടി അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുത്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഇപ്പോ അതിജീവിത കൊണ്ടുപോയി പരാതി കൊടുത്തു. അതിന്റെ നിയമ നടപടികൾ അതിന്റെ വഴിക്ക് മുമ്പോട്ട് പോകട്ടെ. അതിനകത്തൊന്നും ഞങ്ങൾ പാർട്ടിയോ അദ്ദേഹമോ ഒരു തടസ്സം ഉണ്ടാക്കാൻ മുമ്പോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. 3 മാസം മുമ്പ് പരാതി കൊടുക്കും എന്ന് വാർത്ത വന്ന ഒരു സാഹചര്യത്തിൽ ഈ 3 മാസക്കാലത്തെ ഒരു കാലതാമസം വന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്നതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയുടെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ, വാസു ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് റിമാൻഡിലാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നു. അപ്പം മാർക്സിസ്റ്റ് സഖാക്കളായിട്ടുള്ള ആളുകൾ സ്വർണ്ണപ്പാളി മോഷണത്തിന്റെ കവർച്ചയുടെ പേരിലാണ് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ അതിജീവിത 3 മാസക്കാലം അവർ പരാതി കൊടുക്കാതിരുന്നവർ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനുണ്ടായത്. പരാതി എപ്പോഴെങ്കിലും കൊടുക്കാം. അത് വാസ്തവത്തിൽ CPM ഇന്ന് നേരിടുന്ന ഈ നേതാക്കളുടെ അറസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഈ അതിജീവിതയുടെ പുറത്ത് സമ്മർദ്ദമുണ്ടായി കാണും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പോലീസിന്റെയോ പാർട്ടിക്കാരുടെയോ അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്തത് തന്നെ വളരെ വിചിത്രമാണ്. കാരണം സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി പരാതി കൊടുക്കുന്നു. അതിനെല്ലാം ഈ പരാതി കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനല്ലല്ലോ. പരാതി സ്വീകരിക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലല്ലേ. അത് കേസെടുക്കേണ്ടത് സെഷൻസ് കോടതിയല്ലേ. അപ്പോൾ ഇത് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ അത് പ്ലാൻ ചെയ്തതാണ്. അതിന്റെ ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഈ വലിയ ഒരു ക്ഷീണം അത് മാറ്റാൻ ഇപ്പുറത്തു കൂടി ഒരു അറസ്റ്റ്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ആ ഗവൺമെന്റിന് പോലീസിന് അധികാരമുണ്ട്. അതൊക്കെ ചെയ്തോട്ടെ. പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു പരാതിയാണ്. അതിജീവിതയുടെ പരാതിയിന്മേൽ കേസെടുക്കണം, നടപടികളായി മുമ്പോട്ട് പോകണം. പക്ഷെ ഞങ്ങൾക്ക് വേറെ ജനങ്ങളോട് പറയാൻ കഴിയുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണം വന്നു. ഞങ്ങളെന്താ ചെയ്തത്? അപ്പോൾ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു.